ഈ ഒരു വീഡിയോ കൂടി ആയിരിക്കും നമുക്ക് ഈ മോനെ പരിചയമല്ലേ കൂടുതൽ. അതെ, ഈ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ആ കുട്ടിയുടെ മുഖത്താണ് ശ്രദ്ധിച്ചത്. പാവം അതിൻ്റെ 2 കൈ ഒടിഞ്ഞിട്ട് എന്നാലും എന്താ പറയുക, ഒരു വിഷമമില്ലാതെ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു മുഖഭാവത്തോടു കൂടി ഉള്ള ആ മോനെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു പാവം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലത്ത് അതാണ് ഞാൻ ആ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആ ആ വീഡിയോയും പിന്നെ അതിന് ശേഷം ഈ എന്താ പറയുക, പിന്നെ ഞാൻ കാണുന്നത് കുട്ടി മരിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അതിലത്തെ അമ്മ അത് തന്നെയാണ്. പിന്നെ രണ്ടാനച്ഛനാണ്. ഐ മീൻ അവർ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് എന്താ പറയുക, മരണം ആ കുട്ടീനെ ഒന്ന് രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 കൈയൊക്കെ തല്ലി ഒടിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ സൈക്കിളിൽ നിന്ന് വീണു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഭയങ്കര കഷ്ടമാണ്. ഇനിയും എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇനി ഇത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയും. എന്താ കാര്യം, വീണ്ടും ഇതുപോലത്തെ ഇങ്ങനെ ഓരോരോ ഇൻസിഡൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് ആളുകൾക്കൊരു പേടിയില്ലാത്തത്. ഇനിയിപ്പോൾ ജയിലിലൊക്കെ പോയി 2 പേര് നല്ല സുന്ദരനൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. സോ എന്തായാലും ആ കുട്ടിക്ക് അതിന് എന്താ പറയുക, ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം കിട്ടിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ അതിന് കിട്ടിയില്ല. 1.5 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. മരിച്ചപ്പോഴെങ്കിലും ആ കുട്ടിക്ക് ഒരു സമാധാനം കിട്ടട്ടെ. അല്ലാതെ ഇപ്പോൾ എന്താ പറയാൻ പറ്റുക, നമുക്കൊന്നും ഇതിൽ ഇനിയിപ്പോൾ ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി അവർക്ക് നിയമ നടപടികൾ ഫേസ് ചെയ്യട്ടെ. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം.